ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായിരുന്ന ജഗദീപ് ധൻകർ ഒരു സുപ്രഭാതത്തിൽ രാജിവെച്ചതും രാജിക്ക് ശേഷം അദ്ദേഹത്തെ കാണാതായതും രാജ്യത്താകെ ചർച്ചയായിരിക്കുകയാണ്. ഇപ്പോഴിതാ ധൻകറിന്റെ രാജിപ്രഖ്യാപനം കഴിഞ്ഞ് ഒരു മാസം പിന്നിടുന്ന ദിവസം എരിയുന്ന ധൻകർ വിഷയത്തിലേക്ക് അല്പം എണ്ണ കൂടി പകർന്നിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി. രാജിവെച്ച് ഒരു മാസം കഴിയുമ്പോഴും ജഗദീപ് ധൻകറിനെ കാണാനില്ല എന്നും അദ്ദേഹത്തിന് എന്തു പറ്റിയെന്നും രാഹുൽ ചോദിക്കുന്നു. ഏതാനും ചോദ്യങ്ങൾ പൊതുസമൂഹത്തിലേക്ക് എറിയുകയാണ് രാഹുൽ ഗാന്ധി. കൃത്യമായ രാഷ്ട്രീയ ഇടപെടൽ ധൻകറിന്റെ രാജിക്ക് പിന്നിലുണ്ട് എന്നും അത് അറിയുന്നവരും അറിയാത്തവരും ഉണ്ടാകാമെന്നും രാഹുൽ വ്യക്തമാക്കി. എന്തു തന്നെയായാലും ഇതിന്റെ എല്ലാം പിന്നിൽ വലിയൊരു കഥ തന്നെയുണ്ട് എന്നാണ് രാഹുൽ വ്യക്തമാക്കുന്നത്. ഇനി രാഹുൽ സമൂഹത്തിന് നേർക്കുന്നയിക്കുന്ന ചോദ്യങ്ങൾ ഒന്ന് പരിശോധിക്കാം. ഇന്ത്യയുടെ മുൻ ഉപരാഷ്ട്രപതി എന്തിനാണ് ഒളിച്ചിരിക്കുന്നത് എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആദ്യത്തെ ചോദ്യം. ശരിയാണ്, അദ്ദേഹം എന്തിനാണ് ഒളിച്ചിരിക്കുന്നത്? ജൂലൈ 21-നാണ് ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് ജഗദീപ് ധൻകർ രാജിവെക്കുന്നത്. അതിനുശേഷം ധൻകറിനെ ആരും പൊതുമണ്ഡലത്തിൽ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ രാഹുലിന്റെ ചോദ്യത്തിന് ഏറെ പ്രസക്തിയുണ്ട്. പഴയ ഉപരാഷ്ട്രപതി എവിടെ പോയെന്നും എന്തിനാണ് അദ്ദേഹം ഒളിച്ചിരിക്കുന്നത് എന്നുമുള്ള ചോദ്യം തീർച്ചയായും ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിന് നേർക്കുള്ള ചോദ്യമാണ്. എന്തുകൊണ്ടാണ് ധൻകറിന് ഒന്നും മിണ്ടാൻ പറ്റാതായതെന്നാണ് രാഹുലിന്റെ മറ്റൊരു ചോദ്യം. രാജ്യസഭയുടെ ശബ്ദമായിരുന്ന ഉപരാഷ്ട്രപതി പെട്ടെന്ന് ഒരു ദിവസം നിശബ്ദനാകുന്നു. സമ്പൂർണ്ണ നിശബ്ദത. ഈ സമയങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന രാഹുലിന്റെ തുറന്നു പറച്ചിൽ നിലവിലെ ഇന്ത്യൻ ഭരണത്തിന് നേർക്കുള്ള ഒരു ചൂണ്ടുവിരലാകുകയാണ്. അദ്ദേഹം എന്തിനാണ് ഒളിച്ചിരിക്കുന്നത് എന്ന ചോദ്യം ചോദിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിന് ഒരു വാക്കുപോലും മിണ്ടാനാകുന്നില്ല എന്നുകൂടി രാഹുൽ പറയുന്നതോടെ ഇതെല്ലാം ചൂണ്ടുന്നത് BJP-യാണ് ധൻകറിനെ നിശബ്ദനാക്കിയിരിക്കുന്നത് എന്നതിലേക്കാണ്. ഇന്ത്യയുടെ മുൻ ഉപരാഷ്ട്രപതിയുടെ രാജി ആശ്ചര്യപ്പെടുത്തുന്നതാണ് എന്ന് പറഞ്ഞ രാഹുൽ പിന്നീട് മറ്റൊരു കാര്യം കൂടി പറയുന്നത് കേൾക്കണം. അദ്ദേഹത്തിന്റെ രാജിക്കാര്യത്തിൽ നിങ്ങൾക്ക് അറിയുന്നതോ അറിയാത്തതോ ആയ ഒരു കാര്യമുണ്ട്, വലിയ ഒരു കഥയുണ്ട് എന്നാണ് രാഹുൽ പറയുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളാണ് രാജിക്ക് കാരണമായി ധൻകർ ചൂണ്ടിക്കാട്ടിയത് എങ്കിലും BJP-യുമായുള്ള ബന്ധം വഷളായതിനെ തുടർന്നാണ് രാജി എന്നാണ് രാഹുൽ ചൂണ്ടിക്കാട്ടുന്നത്. അതിന് ഉദാഹരണമായി രാഹുൽ പറയുന്നത് ഡൽഹി ഹൈക്കോടതി ജഡ്ജിയായിരുന്ന യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്ന് നോട്ടുകെട്ടുകൾ പിടികൂടിയ സംഭവത്തിൽ വർമ്മയെ ഇംപീച്ച് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകാൻ ധൻകർ പ്രതിപക്ഷ അംഗങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. ലോക്സഭയിൽ മാത്രം നോട്ടീസ് കൊണ്ടുവരാൻ സർക്കാർ ശ്രമം നടത്തുമ്പോഴായിരുന്നു രാജ്യസഭയിലും നോട്ടീസ് കൊണ്ടുവരാൻ അദ്ദേഹം പ്രതിപക്ഷത്തോട് ആവശ്യപ്പെട്ടത്. ഇതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ രാജി ഉണ്ടായത്. അതിനർത്ഥം ഈ വിഷയത്തിൽ BJP അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാകാമെന്നാണ്. അതാണ് അദ്ദേഹത്തിന്റെ നിശബ്ദതയ്ക്ക് കാരണമെന്നും രാഹുൽ പറയുന്നു. 2022 ചുമതലയേറ്റ് 2027 വരെ അധികാരകാലമുള്ള ധൻകർ 2 വർഷം കാലാവധി ശേഷിക്കെ ഇക്കഴിഞ്ഞ ജൂലൈ 21-നാണ് രാജിവെച്ചത്. രാജിയെ തുടർന്ന് ഒഴിവുവന്ന ഉപരാഷ്ട്രപതി സീറ്റിലേക്ക് അടുത്ത മാസം 9-ന് തെരഞ്ഞെടുപ്പ് നടക്കും.